നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഈവൻ വെൻ യു ലോസ്റ്റ് എവ്രിതിങ്, ബട്ട് ദൈവത്തിൽ വിശ്വസിച്ചോണം. എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നിനക്കൊരിക്കലും നഷ്ടപ്പെടാതെ നിൽക്കുന്നത് തമ്പുരാൻ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മുടെ ഉള്ളിൽ വലിയ ഒരു ആത്മവിശ്വാസം നമുക്കങ്ങോട്ട് തരും. എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ ഞാൻ പിടിവിടത്തില്ല. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ പോട്ടാ ശുശ്രൂഷകളിൽ വലിയ ശക്തമായ സാന്നിധ്യമായിട്ട് നിന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോയിക്കുട്ടി ബ്രദർ. നിങ്ങൾക്ക് പലർക്കും വളരെ കുടുംബ സുഹൃത്തെന്ന പോലെ പരിചയമുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, ജോയിക്കുട്ടി ബ്രദർ. ഒത്തിരി കൺവെൻഷൻ, ഒരുപക്ഷെ നമ്മുടെ പോട്ടാ ഡിവൈൻ ശുശ്രൂഷകൾ പല പല ദേശങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അത്രമേൽ അക്ഷീണം പരിശ്രമിച്ച വലിയൊരു ശുശ്രൂഷകനാണ് ജോയിക്കുട്ടി ബ്രദർ. കൊറോണ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്ദിനി, ആ സഹോദരിയും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ വേർപാട്, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നടന്ന മനുഷ്യൻ, 24 മണിക്കൂറും ശുശ്രൂഷ എന്നും പറഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. അത്രമേൽ ഭാരം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഈ ജോയിക്കുട്ടി എന്ന് പറയുന്ന ബ്രദർ ഈ അൾത്താറിൽ നിന്ന് എത്രയോ തവണ വചനം പങ്കുവച്ചിട്ടുള്ളൊരു മനുഷ്യൻ, ഡിവൈൻ പോട്ടാ ശുശ്രൂഷകളുടെ നട്ടല്ലായിട്ട് നിന്നിരുന്നു വലിയൊരു ശുശ്രൂഷകൻ, അൽമായൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ചോദ്യം, എന്തേ ദൈവം ഇങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയെ എടുത്തു? അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇനി ശുശ്രൂഷ ജീവിതമൊക്കെ വേണ്ട എന്ന് കരുതി ഭാരപ്പെട്ട് നമ്മുടെ ഡിവൈനിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് സങ്കടപ്പെടുകയാണ് ഭാര്യ നന്ദിനി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ സങ്കടപ്പെട്ട്, എന്നാലും എൻ്റെ ഭർത്താവിനെ, ദൈവമേ ഇതെന്താ ദൈവമേ ഈ ചോദ്യം, വലിയൊരു വേർപാടല്ലേ, സങ്കടം. മുമ്പിലോട്ട് നോക്കുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഈ സഹോദരിയോട് പറഞ്ഞു, എടി നന്ദിനി, നീ ഒരു വചനം എടുത്ത് വായിച്ചേ, നിനക്ക് കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. യേശയ്യയുടെ പ്രവചനം 54 അധ്യായം 5 തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 5. ആ വചനം ഇങ്ങനെ എടുത്തു. നന്ദിനി എന്ന് പറയുന്ന സഹോദരി ഭാര്യയാണേ, അതിങ്ങനെ എടുത്തു വായിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഓ, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭർത്താവ് ആരാണ് എന്നുള്ളൊരു ക്ലാരിറ്റി വചനം കൊടുക്കുകയാണ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയാ. ഈ ഒരൊറ്റ വചനം കേട്ടതോടുകൂടി കുനിഞ്ഞിരുന്ന് പിറുപിറുത്തുകൊണ്ടിരുന്ന, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്ന നന്ദിനി എന്ന സഹോദരി കണ്ണുകൾ ഉയർത്തി, ശിരസുയർത്തി ഈ സ്ത്രീയുടെ മുമ്പിൽ കൃത്യമായി ദൈവീകപരമായ ഒരു ബോധ്യം കിട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കഴിഞ്ഞ ദിവസം ആത്മീയമായ ചില മേഖലകൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞത്, അച്ഛാ, പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഭർത്താവ് എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവ് എത്രത്തോളം ഓടിയോ അതിനേക്കാളും കൂടുതൽ വചനത്തിന് വേണ്ടി ഓടാനും വചനം പറയാനും സാക്ഷ്യം പറയാനും എവിടേക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ, നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും എനിക്കിങ്ങനെയാണല്ലോ എന്നിങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ദൈവം നിന്നോട് ചില കാര്യങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.